75 ഇഞ്ച് പ്രൊഫഷണൽ ടച്ച് LED മോണിറ്റർ, OPS കമ്പ്യൂട്ടർ, UPS, എയർ കണ്ടീഷണർ, മൈക്ക് വിത്ത് ഹെഡ്ഫോൺ, എക്സിക്യൂട്ടീവ് കസേര, ബാഗ് ട്രേ, ടീച്ചേഴ്സ് ടേബിൾ, ചെയർ എന്നിവ ഉൾപ്പെടുന്ന ഓരോ ക്ലാസ് റൂമുകൾ. ഇതൊക്കെ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളുടെ ഓഫീസ് റൂമല്ല, നമ്മുടെ തലസ്ഥാന ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ ശീതീകരിച്ച ഹൈടെക് ക്ലാസ് മുറികളാണെന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ സ്കൂളുകളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച ഹൈടെക് ക്ലാസ് റൂം പദ്ധതിയിൽ 9.88 കോടി രൂപ ചിലവിൽ കഴക്കൂട്ടത്തെ 7 സർക്കാർ സ്കൂളുകളിലായി 92 ക്ലാസ് റൂമുകളാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ചത്. അത്യന്താധുനിക കോർപ്പറേറ്റ് ഓഫീസ് മാതൃകയിലാണ് AC ക്ലാസ് മുറികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ലാസ് മുറികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കരിക്കകം ഗവൺമെന്റ് ഹൈസ്കൂൾ 80.62 ലക്ഷം രൂപ, ശ്രീകാര്യം ഗവൺമെന്റ് ഹൈസ്കൂൾ 2.55 കോടി രൂപ, മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ 1.03 കോടി രൂപ, കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1.49 കോടി രൂപ, കുളത്തൂർ കോലത്തുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1.79 കോടി രൂപ, കട്ടേല അംബേദ്കർ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ 99.69 ലക്ഷം രൂപ, കാട്ടായിക്കോണം ഗവൺമെന്റ് UPS 1.22 കോടി രൂപ എന്നിങ്ങനെയാണ് സ്കൂളുകൾക്കായി തുക അനുവദിച്ചത്. ഹൈടെക് ക്ലാസ് റൂം പദ്ധതി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം കൊല്ലത്ത് നടന്ന കലാമേളയെ പറ്റി സൂചിപ്പിച്ചത് 14,000 കുട്ടികളാണ് പങ്കെടുത്തത്. 14,000 കൊല്ലം നഗരത്തിൽ 14,000 കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും അവരുടെ എക്സ്കോർട്ട് ടീച്ചേഴ്സും ജഡ്ജസും നാട്ടുകാരും എല്ലാം കൂടെ ചെയ്താൽ സമാപന സമ്മേളനത്തിൽ ഏതാണ്ട് 60,000 നടത്താനാണ് പങ്കെടുത്തത്. അത്രമാത്രം പ്രാധാന്യമാണ് കലയ്ക്കും സ്പോർട്സിനും ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് അടുത്ത വർഷം മുതൽ കലാമത്സരം നടക്കുന്നതും കായിക മത്സരം നടക്കുന്നതും പുതിയ ഒരു നിയമാവലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആഗ്രഹിക്കുക. അതിൽ വന്നിട്ട് കുറവുകൾ ഒഴിവാക്കും. ഒരു സ്കൂളുകളുടെ നിലവിലുള്ള സ്കൂളിന്റെ തുറസായ സ്ഥലം, കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം, ആ സ്ഥലത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെന്ന കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുക. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ അടുത്ത അധ്യയന വർഷം മാറുമെന്നും ഓരോ പ്രഥമ അധ്യാപകരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. തലസ്ഥാന വാർത്തകൾ, കഴക്കൂട്ടം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസമാർജിച്ച് പ്രവർത്തനം തുടരുന്നു. നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹാരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ. അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി, കിളിമാനൂർ റോഡ്, ആലംകോട്. അഫ അലൂമിനിയം സെന്റർ, കണ്ണൻകോട്, നിലമേൽ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.